മൂവാറ്റുപുഴ പുളിന്താനത്ത് തുറന്നിട്ട വാതിലിലൂടെ ബസ്സിൽ നിന്ന് കണ്ടക്ടർ തെറിച്ചു വീണു. കാലിനാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. തലനാഴിഴയ്ക്കാണ് പിൻചക്രത്തിന് അടിയിൽപ്പെടാതെ കണ്ടക്ടർ രക്ഷപ്പെട്ടത്. ഈ വാതിലുകൾ തുറന്നിട്ടാണ് ബസ് സർവീസ് നടത്തിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇങ്ങനെയാണ് അപകടമുണ്ടാകുന്നത്. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാമ, എന്തോ ഭാഗ്യം കൊണ്ടാണല്ലേ ഇദ്ദേഹം ഈ രീതിയിൽ പോലും രക്ഷപ്പെടാൻ പറ്റിയത്? ശരിക്കും ഈ വാതിലുകളൊക്കെ തുറന്നിട്ട് യാത്ര ചെയ്യുന്നതൊക്കെ അതിനെക്കുറിച്ചൊക്കെ എത്രയോ തവണ സംസാരിച്ചിട്ടുണ്ട്. ഈ വിളിച്ചു വരുത്തുന്ന അപകടം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും പല പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ്. വാതിലുകൾ അങ്ങോട്ട് തുറന്നിടും, ആ തുമ്പത്തായിട്ട് ഇങ്ങനെ കണ്ടക്ടറൊക്കെ നിൽക്കുന്നതും. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ അപകടം സംഭവിക്കുന്നത്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്? ഇയാൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഈ മൂവാറ്റുപുഴ കാളിയാർ റൂട്ടിലോടുന്ന ശ്രീലക്ഷ്മി ബസ്സാണ് പോത്താനിക്കാട് പാലത്തിന്, അതായത് പാലത്തിനടുത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പക്ഷേ തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ബസ്സിലെ ഡോറിൽ നിന്ന് തെറിച്ച് താഴത്തേക്ക് വീഴുന്നു. തൊട്ട് പിറകിലെ പിൻചക്രം ഒരുപക്ഷെ കയറി ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷേ അത് സംഭവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അത് ഉണ്ടായില്ല. അതിനുശേഷം വീണ ശേഷം അദ്ദേഹം തന്നെ എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. കാലിന് മാത്രമാണ് നിലവിൽ പരിക്കുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബസ് ഒരല്പം സ്പീഡിലായിരുന്നു, അതുകൊണ്ട് തന്നെ ആ പാലം അത് ഒരു വളവ് പോലെയാണ്. അതിങ്ങനെ വളച്ച് എടുക്കുന്ന വഴിക്കാണ് പെട്ടെന്ന് ഈ ബസ്സിനുള്ളിൽ നിന്നും ഈ കണ്ടക്ടർ തെറിച്ച് വീഴുന്നത്. ഈ കണ്ടക്ടറിൻ്റെ ബാഗും അതോടൊപ്പം തന്നെ ആ ടിക്കറ്റ് കൊടുക്കുന്ന മെഷീനുമൊക്കെ തെറിച്ച് വീഴുന്നുണ്ട്. തൊട്ട് പുറകിലായിട്ടൊരു ബൈക്കുകാരൻ പോകുന്നുണ്ട്, പക്ഷേ ആ ബൈക്കുകാരൻ നിർത്തുന്നില്ല. പിന്നീട് എതിരെ വന്നൊരു കാറുകാരനാണ് നിർത്തുന്നത്. അപ്പോൾ തന്നെ ബസ്സും തൊട്ടപ്പുറത്ത് നിർത്തി അവിടെ നിന്ന് ഡ്രൈവറും മറ്റ് ജീവനക്കാരുമൊക്കെ ഓടിയെത്തി അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ കാലിനാണ് പരിക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹം എഴുന്നേറ്റ് ജസ്റ്റ് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ അത് ബസ്സുകാർ തന്നെ ക്ഷണിച്ചു വരുത്തുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ബസ്സിൻ്റെയൊക്കെ 2 ഡോറുകളും തുറന്നിട്ടുള്ള ഇത്തരത്തിലുള്ള യാത്രകളാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നത്. ശരിയാണ്. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.